പെർഫോമൻസ് പോർച്ചുഗൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൊളംബിയയുമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോർച്ചുഗൽ ഭാരമായിട്ട് ജയിക്കും, ഒന്നും പറയാനില്ല. പിന്നെ പോർച്ചുഗലിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംബിയ ഇറക്കാൻ സാധ്യതയുള്ള ലൈനപ്പ് ഉണ്ടല്ലോ, ഫസ്റ്റ് 11. ആ ഫസ്റ്റ് 11 3 യെല്ലോ കാർഡുകളുണ്ട്. ഒന്ന് ജെഫേഴ്സൺ ലെർമക്ക് അവരുടെ മിഡ്ഫീൽഡിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. മെയിൻ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ലുക്കുമിക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മുജിക്ക ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മെയിൻ സ്കോറിൽ 3 യെല്ലോ കാർഡ് നിലവിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് പോയിന്റാണ് പോർച്ചുഗലിനെ സംബന്ധിച്ച്. പിന്നെ പോർച്ചുഗലിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രീവിയസ് മാച്ചിൽ ഞാൻ കണ്ടത് ഭയങ്കര ഫ്രസ്ട്രേഷനോടുകൂടി കളിച്ച് ഒരുപാട് പൊസിഷൻ ലോസ്റ്റ്, ഒരുപാട് തവണ ബോൾ നമ്മളെ കൈമന്ന് പോയിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ്റെ പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. ഭയങ്കര കാമായിട്ട് ബോൾ കാലിൽ കൺട്രോൾ ചെയ്ത് കളിക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊളംബിയക്കെതിരെ ഇട്ടിലായിട്ട് പോർച്ചുഗൽ ജയിക്കാൻ പറ്റും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? പോർച്ചുഗൽ vs കൊളംബിയ മത്സരത്തിൽ ആര് ജയിക്കും എന്നാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും പോർച്ചുഗലിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും കഴിഞ്ഞ മാച്ചിൽ ആ ഒരു